ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൺഡേ സ്കൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് തന്നെ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ദൈവവചനം ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാം റെഡിയല്ലേ? എനിക്കറിയാം നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളുമായ കൂട്ടുകാരാണ്. നിങ്ങൾ ബുക്കും പുസ്തകവും പേനയും ഒക്കെ എടുത്ത് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുമല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ റെഡിയാണോ? കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ റെഡിയാണെന്ന്. എങ്ങനെ നിങ്ങൾ വേണം പറയാൻ? കായ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഓ യെസ്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഇന്ന് സൺഡേ സ്കൂളിൻ്റെ എത്രാമത്തെ ആഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്? എത്രാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? അതെ, ഇന്ന് 12ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 12ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് അല്ലേ? കഴിഞ്ഞ നമ്മൾ ആരെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ശിംശോനെ പറ്റിയല്ലേ? അല്ല, പിന്നെ ആരെ പറ്റിയ? ഗിദെയോനെ പറ്റി ആണോ? അല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞില്ലേ, ഇന്ന് അതിൻ്റെ തുടർച്ചയായ കഥകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കളയുന്നില്ല. പക്ഷെ അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ വാക്യം പഠിച്ചിട്ട് ടീച്ചറിനോട് പറഞ്ഞ് കേൾപ്പിക്കുമെന്ന്. ടീച്ചർ മറന്നിട്ടില്ല? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരാണ് ആദ്യം വാക്യം പറയുന്നത്? ആരാ? റെഡിയാണോ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടു വാക്യം ഏതാണ്? രൂത്ത് 1:17. പറ. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത് ആരുടെ വാക്കുകളാണ്? രൂത്തിന്റെ വാക്കാണ്. രൂത്ത് നവോമിയോട് പറയുന്ന കാര്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ 12ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. 12ാമത്തെ പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? രൂത്ത് അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര്. എനിക്കറിയാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഹെഡിങ് പാഠം എല്ലാം നോക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പാഠം തുടങ്ങാൻ പോവുകയാണ്. ആവശ്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരു ധനവാനായ ഒരാളോട് ഒരു ചെറിയ സഹായം ചോദിച്ചു. ഒരു ദരിദ്രനായ മനുഷ്യൻ ചെറിയൊരു സഹായം ചോദിച്ചു. അപ്പൊ ഈ ധനവാനായ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയാമോ? ആ ചെറിയ സഹായം ചെയ്തു കൊടുക്കുക മാത്രമല്ല, ആ മനുഷ്യന് എന്തെല്ലാം സഹായങ്ങൾ ഇനിയും വേണോ അതെല്ലാം ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തു. എന്ത് വലിയ കാര്യമാണല്ലേ ആ ധനാഢ്യനായ മനുഷ്യൻ ചെയ്തത്. അതുപോലൊരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു, ആരെ പറ്റിയായിരുന്നു പഠിച്ചത്? രൂത്തിനെ പറ്റി. അതിന് മുമ്പ് നമ്മൾ ആ സ്റ്റോറി എങ്ങനെയായിരുന്നു തുടങ്ങുന്നത്? എലീമേലെക്ക് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ആളുടെ ഭാര്യയുടെ പേര് നവോമി. മക്കൾ മഹ്ലോൻ, കില്യോൻ ഇവരെല്ലാവരുമായിട്ട് മോവാബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സെറ്റിൽ ആവാൻ വേണ്ടി അവർ പോകുന്നു. അവിടെ ചെന്ന് ആ മക്കൾ ആരെ വിവാഹം കഴിക്കുന്നു? ഓർപ്പ, രൂത്ത് എന്ന് പറയുന്ന മോവാബി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു? വലിയ പ്രശ്നങ്ങൾ നവോമിയുടെ ജീവിതത്തിൽ വരുന്നു. ഭർത്താവായ എലീമേലെക്ക് മരിക്കുന്നു. മക്കൾ രണ്ടുപേരും മരിച്ചു പോകുന്നു. അങ്ങനെ നവോമി ആകെ വിഷമത്തിലായി. മരുമക്കളെയൊക്കെ പറഞ്ഞു വിടുന്ന രംഗമല്ലേ നമ്മൾ പഠിച്ചത്. പക്ഷെ രൂത്ത് അമ്മാവിയമ്മയെ വിട്ടുമാറാതെ പറ്റിച്ചേർന്ന് നിന്നു. അങ്ങനെ അവർ തിരിച്ച് ബേത്ലഹേം എന്ന് പറയുന്ന അവരുടെ സ്വന്തം ദേശത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളിനി, ഞാൻ എല്ലാം ഉള്ളവളായിട്ടാണ് പോയത്, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവളായി മടങ്ങി വന്നുകൊണ്ട് നിങ്ങളിനി എന്നെ എന്ത് വിളിക്കണ്ട? നവോമി എന്ന് വിളിക്കണ്ട, പകരം മാറ അല്ലെങ്കിൽ കയ്പ് എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ്. അങ്ങനെ ഇവര് ബേത്ലഹേമിൽ വന്നപ്പോൾ അവിടെ ഇസ്രായേലിൽ യവക്കൊയ്ത്ത് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ ദരിദ്രരായ ആൾക്കാര് മീൻസ് അവർക്കാണെങ്കിൽ ആഹാരം ഒന്നും ഉണ്ടാക്കാൻ വകയില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുന്നത് അറിയാവോ? വലിയ പണക്കാരായ ആൾക്കാർക്ക് ഒത്തിരി വയലും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ പോയി കാലാപിറക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ കൊയ്ത്തൊക്കെ കഴിയുന്ന സമയത്ത് ഈ കൃഷി സ്ഥലത്ത് എന്താണെന്നറിയാവോ? ഈ ധാന്യമണികളും കുറച്ച് നെല്ലും അല്ലെങ്കിൽ യവം അതൊക്കെ എന്തെന്നറിയാമോ? കുറച്ച് ബാലൻസ് വന്നത് അവരുടെ കയ്യിൽ നിന്ന് വീണു പോയതൊക്കെ അവിടെ ഇങ്ങനെ തറയിൽ ആ വയലിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ പാവപ്പെട്ടവരായ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ? പോയി ഇതെല്ലാം പെറുക്കിയിട്ട് അവരുടെ ആഹാരത്തിന്റെ വകയായിട്ടും ഉപയോഗിക്കും.
അങ്ങനെ പണക്കാര് ഇങ്ങനെ അനുവദിക്കും, ഇങ്ങനെ അവരുടെ സ്വന്തം വയലിലേക്ക് ഈ ദരിദ്രരായ ആൾക്കാരെ കാല പെറുക്കാൻ വേണ്ടി അനുവദിക്കും. അപ്പം ഇതിനാണ് എന്തെന്ന് പറയുന്നത്, കാല പെറുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഉള്ള വലിയൊരു സാഹചര്യത്തിലേക്ക് ഈ നവോമിയുടെ ഭവനമായി. കാരണം നവോമിക്ക് ആരും കരുതാനോ സംരക്ഷിക്കാനോ ആരിലും ഉണ്ടോ? മക്കളില്ല, ഭർത്താവില്ല, എല്ലാവരും മരിച്ചുപോയി. ഇനിയിപ്പോ രൂത്ത് എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. നവോമി ഒത്തിരി പ്രായമായി വരികയാണ്. അപ്പൊ അവർക്ക് ഒന്നുമില്ലാതെ വരുമ്പോൾ രൂത്ത് നവോമിയോട് ചെന്ന് അനുവാദം ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാവോ? ഞാന് ബോവസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പണക്കാരനുണ്ട്, അയാൾക്ക് ഒരുപാട് വയലുണ്ട്, ഞാൻ അവിടെ പോയി അമ്മ, ഞാൻ അവിടെ പോയി കാലം പെറുക്കിക്കോട്ടെ എന്ന് ആര് ചോദിച്ചു? രൂത്ത് ചോദിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇച്ചിരി വിഷമത്തോടെ ആണെങ്കിലും നവോമി എന്ത് ചെയ്തു? സമ്മതിച്ചു. നീ പോയി ബോവസിന്റെ വയലിൽ പോയി കാലം പെറുക്കിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബോവസ് എന്ന് പറയുന്ന ആളുടെ വയലിലേക്ക് രൂത്ത് എത്തുന്നു, കാല പറക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബോവസ് ഒരു ദിവസം രൂത്തിനെ കാണുകയാണ്. അപ്പൊ അവരുടെ വേലക്കാരോട് ചോദിക്കുന്നു, ഇത് ആരാണ്? ഈ പെൺകുട്ടി എനിക്ക് മനസ്സിലായത് ഒരു അന്യ രാജ്യക്കാരിയായ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പം ആ ജോലിക്കാർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നവോമി എന്ന് പറയുന്ന നമ്മളുടെ ബേത്ലഹേമിലുള്ള ഒരു സഹോദരിയെ പറ്റി നീ കേട്ടിട്ടില്ലേ? അവളുടെ മരുമകളാണ്, മൊവാബി ദേശത്ത് നിന്ന് വന്നൊരു പെൺകുട്ടിയാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ നവോമിയുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ നവോമിയുടെ ഭർത്താവായ എലീമലേക്കിന്റെ ചാർച്ചയിൽപ്പെട്ട ഒരാളായിരുന്നു, ചാർച്ചക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ഈ ബോവസ് എന്ന് പറയുന്ന ആള്. ഈ പണ്ടത്തെ കാലത്ത് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ചാർച്ചയിൽപ്പെട്ട ആർക്കെങ്കിലും ഈ സ്ത്രീയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ഒരു അവസരം കിട്ടും. ആരിലാണ്? ഈ സ്ത്രീയുടെ ചാർച്ചക്കാരിൽ ആർക്കെങ്കിലും. അങ്ങനെ ഒരു അവസരം ആർക്ക് കിട്ടി? അങ്ങനത്തെ അവസരം ഈ ബോവസ് എന്ന് പറയുന്ന ഒരാളുടെ മുന്നിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അത് ധനികനായ വായിലുള്ള മനുഷ്യൻ, ആ മനുഷ്യന് ലഭിക്കുന്നു. അപ്പൊ ഈ രൂത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ബോവസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ട് ബോവസിന് വളരെ ഹാപ്പി ആയിരുന്നു. ഈ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ വീണ്ടെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു. ആ സ്ത്രീയെ വിവാഹം കഴിച്ച് അവളെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്ന് ബോവസ് ആഗ്രഹിച്ചു. പക്ഷെ അതിനു മുമ്പ് ബോവസ് ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? ഇനി ഒരു കാര്യം എൻക്വയറി ചെയ്തു. എന്താണെന്ന് എനിക്ക് അറിയാമോ? ഈ നവോമി എന്ന് പറയുന്ന സ്ത്രീയുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ ചാർച്ചയിൽപ്പെട്ട വേറെ ആർക്കെങ്കിലും ഇവളെ വീണ്ടെടുക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്നത് തെറ്റാവില്ലേ? അതിനു വേണ്ടിയുള്ള അവസരം ഇങ്ങനെ ആര് നോക്കി? ബോവസ് നോക്കി. പക്ഷെ ആരും തയ്യാറായില്ല എന്ന് മനസ്സിലാക്കിയ ബോവസ് എന്ത് ചെയ്തു? ഈ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ സമ്മതിക്കുകയും വളരെ നിയമപരമായിട്ട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. നോക്കൂ, നിങ്ങൾക്കറിയുമോ ഈ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ അവളുടെ അമ്മാവിയമ്മയുടെ കഷ്ടതയുടെ സമയത്ത് ഇട്ടിട്ട് പോയോ? ഇല്ല, ഇട്ടിട്ട് പോകാതെ ചേർത്ത് നിന്നതുകൊണ്ടാണ് ദൈവം അവൾക്ക് വേണ്ടി ബോവസ് എന്ന് പറയുന്ന ധനികനായ നല്ലൊരു മനുഷ്യനെ ദൈവം അവൾക്ക് കൊണ്ടെത്തിച്ച് കൊടുത്തത്. ഒരു പക്ഷെ അവൾ അമ്മാവിയമ്മ ആ സമയത്ത് ഇട്ടിട്ട് പോയായിരുന്നെങ്കിൽ അവൾക്ക് നല്ല ഒരാളിനെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ അവൾ കാലാ പെറുക്കാൻ പോയ ആ വയലിലെ ഉടമസ്ഥയായിട്ട് ആര് മാറി? ഈ രൂത്ത് മാറി. ഈ രൂത്തിനും ബോവസിനും കൂടെ ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്താണെന്നറിയാമോ? ഓബേദ്. എന്താണ് മകന്റെ പേര്? ഓബേദ് എന്നാണ് ആ മകന്റെ പേര്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ദാവീദ് രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ഈ ദാവീദ് രാജാവ് എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിലെ അടുത്ത തലമുറയാണ്. ആര്? ദാവീദ് രാജാവ്. അതുപോലെ തന്നെ നമ്മളുടെ ലോകരക്ഷകനായി പിറന്ന കർത്താവായ യേശു ക്രിസ്തുവും ജനിച്ചത് വംശാവലിയിൽ ആരുണ്ട്? ഈ രൂത്തിന് ഒരു ഇടം ലഭിച്ചു. അന്യരാജ്യക്കാരിയായ ഒരു സ്ത്രീ ആണെങ്കിലും അവൾ ദൈവത്തെ അറിയാനും
അല്ലെങ്കിൽ അറിഞ്ഞ സത്യത്തിൽ നിലകൊള്ളുവാനും മാതാപിതാക്കളെ അല്ലെങ്കിൽ മാതാവിനെ സംരക്ഷിക്കുവാനും തയ്യാറായതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾക്കും ഒരു സ്ഥാനം ബൈബിളിൽ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, സ്വന്തം ജീവിതത്തിന്റെ നന്മ നോക്കി നമ്മുടെ സ്വന്തം ജന്മത്തോടെ സുഖകരമായി പാർക്കുന്നതിന് പകരം അന്യദേശത്ത് അമ്മാവി അമ്മയോട് കഷ്ടം സഹിക്കുവാൻ വേണ്ടി തയ്യാറായ രൂത്തിനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ എത്ര പേര് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ തയ്യാറാകുമെന്ന തീരുമാനമെടുക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? എനിക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വളരെ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ വലുതാവുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ പ്രായമാവുമ്പോഴും അവർക്കൊന്നുമില്ലാതിരിക്കുന്ന സമയങ്ങളിലും ഒക്കെ നിങ്ങൾ അവരെ കെയർ ചെയ്യാൻ തയ്യാറല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ മനപ്പാഠവാക്യം പഠിക്കാം. നിങ്ങൾ റെഡിയാണോ? യെസ്. ഇന്നത്തെ മനപ്പാഠവാക്യം രൂത്ത് 3:11. രൂത്ത് 3:11. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്കും എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ പറയാമോ? രൂത്ത് 3:11. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്കും എല്ലാവർക്കും അറിയാം. ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ വാക്യം മനഃപ്പാഠമായി പഠിച്ചിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിക്കണം. മാത്രമല്ല, അടുത്ത ആഴ്ച ടീച്ചർ വരുമ്പോൾ ചോദിക്കും, അപ്പം എന്തു പറയണം? നല്ല ചൊണ കുട്ടികളായിട്ട് പറഞ്ഞു കേൾപ്പിക്കണം. എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ്, അല്ലേ? അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. ഓക്കെ, നമുക്ക് അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ. രൂത്ത് ആരുടെ വയലിലാണ് കാല പെറുക്കാൻ പോയത്? അതെ, ബോവസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വയലിലാണ് കാല പെറുക്കാൻ പോയത്. കാല പെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ശേഷം വയലിൽ അവശേഷിക്കുന്ന ഈ നെന്മണിയും ധാന്യങ്ങളും ഒക്കെ പറക്കിയെടുത്ത് അത് ഭക്ഷണത്തിനായി ഉപയോഗിക്കും. ആരാണ്? ചില പാവപ്പെട്ട ആൾക്കാരൊക്കെ, അതിനു വേണ്ടി വകയില്ലാത്ത ആൾക്കാർ. അങ്ങനെ അവരിങ്ങനെ വേറൊരാളുടെ വയലിൽ വന്ന് പെറുക്കുന്നതിന് പറയുന്ന പേരാണ് കാല പെറുക്കുക എന്ന് പറഞ്ഞാൽ. ഇനി വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ പറഞ്ഞതിലെ ഓർക്കുന്നുണ്ടോ? അതെ, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ശേഷം അവൾക്ക് മറ്റാശ്രയം ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവളുടെ തന്നെ ചാർച്ചയിൽപ്പെട്ട ഒരാള് അവളുടെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനാണ് എന്തു പറയുന്നത്? വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. ഇന്ന് പഠിച്ച പാഠത്തിൽ ആരെയാണ് വീണ്ടെടുത്തത്? ബോവസ് എന്ന് പറയുന്ന വ്യക്തി രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ വീണ്ടെടുത്തു. ഓക്കെ. ഇനി രൂത്തിന് ദൈവം നൽകിയ മകന്റെ പേരെന്താണ്? മകന്റെ പേരാണ് ഓബേദ്. എന്താണ് മകന്റെ പേര്? ഓബേദ്. ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. രൂത്ത് ഉപജീവനത്തിനായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്ത് പെറുക്കാൻ വേണ്ടിയാണ് വയലിൽ പോയതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ആൻസറിനകത്ത് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾ സർക്കിൾ ചെയ്യണം. മാത്രമല്ല, നിറം കൊടുക്കാൻ വേണ്ടി ഒരു പിക്ചർ ഉണ്ട്. രൂത്തും ബോവസും ഓബേദും കൂടെ നിൽക്കുന്ന ഒരു പിക്ചർ. അത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്യണം. മറക്കത്തില്ലല്ലോ? ഓക്കെ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകൾ അടച്ച് കൈയൊക്കെ കൂപ്പിയിരുന്നേ. സ്വർഗസ്നേഹിതാവേ, കർത്താവെ, പകൽക്കാലം സൺഡേ സ്കൂളായി അങ്ങയുടെ സന്ധ്യയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ ഇടയാക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഞാൻ പറഞ്ഞ വചനമാകുന്ന വിത്ത് അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ കർത്താവ് ഇടയാക്കുമാറാണ്. അത് അടുത്ത ദിവസങ്ങളിൽ 100, 30, 60 മേനിയായിട്ട് കർത്താവെ അത് വർദ്ധിച്ചു വരുവാൻ കർത്താവ് അവരെ സഹായിക്കണേ. ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. Bye-bye. See you.